ഇനി കാർഷിക വാർത്തകൾ. തമിഴ്നാട്ടിലെ വഴുതന കർഷകർക്ക് ആശ്വാസ വാർത്ത. വരും വിളവെടുപ്പ് സീസണിൽ മികച്ച വില ലഭിക്കുമെന്ന പ്രവചനവുമായി തമിഴ്നാട് കാർഷിക സർവകലാശാല. തമിഴ്നാട്ടിൽ വഴുതന കൃഷി ചെയ്യുന്ന കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന വില പ്രവചനം പുറത്തുവിട്ടിരിക്കുകയാണ് തമിഴ്നാട് കാർഷിക സർവകലാശാല. വരാനിരിക്കുന്ന വിളവെടുപ്പ് കാലത്ത് ഫാം ഗേറ്റ് തലത്തിൽ കിലോയ്ക്ക് 37 മുതൽ 38 രൂപ വരെ വില ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. മുൻവർഷങ്ങളിലെ വിപണി വില, ആവശ്യകത, ലഭ്യത, സീസണൽ പ്രവണതകൾ എന്നിവ വിശകലനം ചെയ്താണ് ഈ പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത്. വിപണിയിലെ സാഹചര്യങ്ങളനുസരിച്ച് യഥാർത്ഥ വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും സർവകലാശാല വ്യക്തമാക്കുന്നു. ഈ വില പ്രവചനം കർഷകർക്ക് വിളവെടുപ്പും വിപണനവും കൂടുതൽ കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണത്തിന് മുന്നേ നേന്ത്രപ്പഴ വില കുതിക്കുന്നു. കർഷകരുടെ പിന്മാറ്റവും വിളക്കുറവും വിലവർധനയ്ക്ക് കാരണമാകുന്നു. നേന്ത്രപ്പഴത്തിന് വിപണിയിൽ പൊള്ളുന്ന വില. ഓണമടുത്തോടെ വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. നിലവിൽ കിലോയ്ക്ക് 60 രൂപ മുതൽ 65 രൂപ വരെയാണ് ചില്ലറ വിപണിയിലെ വില. കർഷകരിൽ നിന്ന് 45 മുതൽ 50 രൂപയ്ക്കാണ് മൊത്തക്കച്ചവടക്കാർ നേന്ത്രക്കുലകൾ വാങ്ങുന്നത്. ഗതാഗത ചിലവും മറ്റു ചിലവുകളും കൂടി വരുമ്പോൾ 60 രൂപയിൽ താഴെ വിൽക്കാൻ കഴിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ജില്ലയിലെ വിപണികളിലേക്ക് കൂടുതലായും നേന്ത്രക്കുലകൾ എത്തുന്നത് വയനാട്, കർണാടക, തമിഴ്നാട് അതിർത്തി മേഖലകളിൽ നിന്നാണ്. ദിവസേന ലോഡ് കണക്കിന് കുലകളാണ് മാർക്കറ്റുകളിൽ എത്തുന്നത്. ഇതിൽ വലിയൊരു പങ്കും ചിപ്സ് നിർമ്മാണ കമ്പനികളിലേക്കാണ് പോകുന്നത്. വന്യമൃഗശല്യവും കഴിഞ്ഞ വർഷങ്ങളിലെ വിലത്തകർച്ചയും കാരണം നിരവധി കർഷകർ നേന്ത്രവാഴ കൃഷിയിൽ നിന്ന് പിന്മാറിയതും നിലവിലെ ക്ഷാമത്തിന് കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അരി കയറ്റുമതിയിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടി. ഗുണനിലവാര പ്രശ്നം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ അരി ബംഗ്ലാദേശ് നിരസിച്ചതായി റിപ്പോർട്ട്. ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്ത ഇന്ത്യൻ അരിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം. ഗുണനിലവാരം സംബന്ധിച്ച് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ചില അരി കൺസൈൻമെന്റുകൾ സ്വീകരിക്കാൻ ബംഗ്ലാദേശ് അധികൃതർ വിസമ്മതിച്ചതായാണ് റിപ്പോർട്ട്. സർക്കാർ തലത്തിലുള്ള കരാറിന്റെ ഭാഗമായി അയച്ച അരിയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. എന്നാൽ സംഭരണ കേന്ദ്രങ്ങളിലെത്തിയതിന് പിന്നാലെ അരിയുടെ നിലവാരത്തെക്കുറിച്ച് ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചതായാണ് വ്യാപാര വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം ഇന്ത്യൻ അരി വർഷങ്ങളായി ബംഗ്ലാദേശ് വിപണിയിലെ പ്രധാന ഇറക്കുമതികളിലൊന്നാണ്. അതിനാൽ പുതിയ സംഭവ വികാസം ഇരു രാജ്യങ്ങളുടെയും കാർഷിക വ്യാപാര ബന്ധത്തിലും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഗുണനിലവാര മാനദണ്ഡങ്ങൾ, പരിശോധനാ നടപടികൾ, കയറ്റുമതി വിശ്വാസ്യത എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ഈ തർക്കത്തിൽ ഇനി ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക പ്രതികരണങ്ങൾ നിർണായകമാവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.